ഹായ് മക്കളെ, എല്ലാവർക്കും സ്വാഗതം. പ്രൊഫസർ PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസിലെ അടുത്ത ഒരു വീഡിയോ നമ്മൾ ഇതിൽ കാണാൻ പോകുന്നത് D&F ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന 12th സ്റ്റാൻഡേർഡിലെ ഒരു ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷത്തെ 2025 കീം എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഓക്കെ, ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് വൺസ് അഗെയിൻ എ ജെന്റിൽ റിമൈൻഡർ ഓൺ മാസ്റ്റർ കീം 2026 എന്ന് പറയുന്ന ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സ്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. CBSE സ്ട്രീമിലുള്ള കുട്ടികളുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് മാർച്ച് 13-നാണ്. അതേസമയം സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളുടെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 18-നാണ്. കിട്ടും. രണ്ട് സ്ട്രീമിലുള്ളവർക്കും ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഈ ബാച്ചുകൾ അവൈലബിൾ ആണ്. ഈ ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സിൽ എങ്ങനെയൊക്കെയാണ് പ്രോഗ്രാംസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭ്യമായിരിക്കും. അല്ലെങ്കിൽ ആ കാണിച്ചിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൻ്റെ വിശദാംശങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആവശ്യം വരുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക്, ഫ്രണ്ട്സിലേക്ക്, റിലേറ്റീവ്സിലേക്ക് എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനും എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ +1, +2 ട്യൂഷൻ ക്ലാസ്സുകളുടെ പ്രോഗ്രാംസ് എല്ലാ വിഷയങ്ങളിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബോട്ടണി, സുവോളജി എല്ലാറ്റിലേക്കും വളരെ കോംപ്രഹെൻസീവായിട്ടുള്ള ഒരു കവറേജ് NCERTയുടെ ലൈൻ ബൈ ലൈൻ നോക്ക് ആൻഡ് കോർണേഴ്സ് അനലൈസ് ചെയ്ത് പോകുന്ന ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഉൾപ്പെടുന്നതാണ്. ഓഫ്കോഴ്സ് എൻട്രൻസ് എക്സാമിനേഷന് ആവശ്യമായ രീതിയിൽ അതിൻ്റെ ഒരു ബ്രോഡ് കവറേജ് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന കാര്യത്തിലും ഒരു തർക്കവും ഇല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. നൗ വി ആർ സ്ട്രേറ്റ് അവേ സ്വിച്ചിങ് ടു ദ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. റൈറ്റ്, the most common oxidation state of chromium R. Most common oxidation state of chromium R. That is the question. Yes. NCERTയിലെ ഒരു ടേബിൾ എല്ലാവരും ഓർക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. NCERTയിലെ ടേബിൾ 4.3. NCERTയിലെ ടേബിൾ 4.3 നോക്കിയിട്ടില്ലാത്തവർ നോക്കുക. ടേബിൾ 4.3 ഓഫ് NCERT ഓർമ്മയില്ലടാ. ആ ഓക്സിഡേഷൻ നമ്പേഴ്സ് ഒക്കെ കാണിച്ചിരിക്കുന്ന ഒരു ടേബിൾ D&F ബ്ലോക്ക് എലമെൻസിൽ അവരുടെ ഓക്സിഡേഷൻ നമ്പേഴ്സ് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ടേബിളുണ്ട്. നമ്മൾ സ്കാൻഡിയത്തിൽ നിന്ന് തുടങ്ങി സിങ്ക് വരെ എത്തുന്ന സമയത്ത് ആ ഓക്സിഡേഷൻ നമ്പറിൻ്റെ വേരിയബിലിറ്റി കൂടി വരുന്നു. മാംഗനീസിൻ്റെ അവിടെ എത്തുമ്പോൾ മാക്സിമം, പിന്നെ അങ്ങോട്ട് കുറഞ്ഞു വരുന്ന രീതിയിൽ ഒരു ഓക്സിഡേഷൻ നമ്പറിൻ്റെ ഒരു ടേബിളുണ്ട്. ടേബിൾ 4.3. എല്ലാവരും അതൊന്ന് നന്നായിട്ട് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് ഹെൻസ് യു ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. ക്രോമിയത്തിൻ്റെ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരു സംശയവുമില്ല, ഇറ്റ് ഈസ് +3 ആൻഡ് +6. +3 ആൻഡ് +6. ഫോർ എക്സാമ്പിൾ ക്രോമിയം ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന +3 സ്റ്റേറ്റ്. അതുപോലെ Cr2O7 2- ഡൈക്രോമേറ്റ് +6 സ്റ്റേറ്റ്. അപ്പോൾ ഈ +3, +6 സ്റ്റേറ്റ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആണ്. എല്ലാവർക്കും അത് അറിയാമെന്ന് വിചാരിക്കുന്നു, അറിഞ്ഞിരിക്കണം. യു ക്യാൻ റെഫർ ടു ദാറ്റ് ടേബിൾ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു കാര്യം പറയട്ടെ, ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഈ ചാപ്റ്റേഴ്സ് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളം വരുന്ന ചോദ്യങ്ങളാണ്. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അറിയാമോ? നിങ്ങൾക്ക് സ്ട്രെയിറ്റ് സോൾവ് ചെയ്യാനൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഫാക്ട്സ് നന്നായിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് തയ്യാറായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ചോദ്യം.
Which of the following statement is true about potassium permanganate? True about potassium permanganate. It is isostructural with KClO3. തെറ്റാണ്. KMnO4 is isostructural with KMnO4 is isostructural with KClO4 ആണ് കിട്ടും. KClO3 അല്ല, KClO4 ആണ്. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. തെറ്റാണ്. ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ. D0 അല്ലേ വരിക, +7 സ്റ്റേറ്റ് അല്ലേ. ഇറ്റ് ഈസ് +7 സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഈസ് D0 സിസ്റ്റം. പാരാമാഗ്നറ്റിക് അല്ല. ഇറ്റ് ഓക്സിഡൈസസ് ഓക്സലേറ്റ് ടു കാർബൺ ഡൈ ഓക്സൈഡ്. തെറ്റാണ്. ഇറ്റ് ഓക്സിഡൈസസ് ഓക്സലേറ്റ് C2O4 2- ഓക്സിഡൈസ്ഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ആസിഡ് മീഡിയം. ആസിഡ് മീഡിയത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആവും. അതല്ല ആൽക്കലൈൻ മീഡിയം ആണെങ്കിൽ കാർബണേറ്റ് ആയിട്ട് മാറും. അപ്പോൾ കാർബൺ മോണോക്സൈഡ്. തെറ്റാണ്. ദ സ്ട്രക്ചർ ഓഫ് പെർമാംഗനേറ്റ് അയോൺ ഈ സ്ക്വയർ പ്ലാനാർ. തെറ്റല്ലേ. പെർമാംഗനേറ്റ് എന്താണ്, ടെട്രാഹീഡ്രൽ അല്ലേ വരിക. ഇറ്റ് ഈസ് ടെട്രാഹീഡ്രൽ. MnO4- ടെട്രാഹീഡ്രൽ ആണ് കിട്ടും. MnO4-. It is tetrahedral structure. So the answer should be fifth choice. Answer should be fifth choice. എന്താണ്? It is prepared by fusion of MnO2 with an alkali metal hydroxide and an oxidizing agent. Perfectly. MnO2 fused with KOH or NaOH. You are അല്ലേ, fused with alkali metal hydroxide in an oxidizing agent. You are getting K2MnO4. You are getting K2MnO4. ഡാർക്ക് ഗ്രീൻ കളേർഡ് കോമ്പൗണ്ട് കിട്ടും. അതിനെ ഓക്സിഡൈസ് ചെയ്തിട്ടാണ് നമ്മൾ പെർമാംഗനേറ്റ് ആയിട്ട് മാറുന്നത്. സോ പൈറോലൂസൈറ്റ് എന്ന് പറയുന്ന മിനറൽ MnO2 കോൾഡ് പൈറോലൂസൈറ്റ്. പൈറോലൂസൈറ്റ് എന്ന് പറയുന്ന മിനറൽ MnO2, അതിൽ നിന്ന് ഫ്യൂസ്ഡ് വിത്ത് KOH നമ്മൾ K2MnO4 കിട്ടും. ഡാർക്ക് ഗ്രീൻ കളേർഡ് കോമ്പൗണ്ട് കിട്ടും. അതിനെ ഫർദർ ഓക്സിഡൈസ് ചെയ്തിട്ടാണ് പർപ്പിൾ കളറിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഫിഫ്ത്ത് ചോയ്സ് കറക്റ്റ് ആണ്. ബാക്കി എല്ലാ ചോയ്സുകളും തെറ്റാണ്. കിട്ടും. ഓക്കെ, ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. The type of sulfide formed by lanthanoid. The type of sulfide formed by lanthanoid. ലാന്തനോയിഡ് Ln3 അല്ലേ മക്കളെ. ലാന്തനോയിഡ് Ln3+ ആണ്. സൾഫൈഡ് 2- ആണ്. സോ ഈസ് ദി ആൻസർ ഫോർത്ത് ചോയ്സ് Ln2S3. ഇത് ആ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ലാന്തനോയിഡ്സിൻ്റെ റിയാക്ഷൻസ് കാണിക്കുന്ന ഒരു എന്താ പറയുക സ്റ്റാർ പോലെ ഒരു ഡയഗ്രം ഉണ്ടല്ലോ. ഓക്സൈഡ് ഫോം ചെയ്യുന്നത്, സൾഫൈഡ് ഫോം ചെയ്യുന്നത്, കാർബൈഡ് ഫോം ചെയ്യുന്നത്, ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നത്, ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം അവിടെ കാണിക്കുന്ന ഒരു ഡയഗ്രമുണ്ട്. ആ ഡയഗ്രത്തിൽ ഇതും ഉൾപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. Ln3+ ആണ്, സൾഫൈഡ് 2- ആണ്. ഹെൻസ് ദി ആൻസർ ഫോർത്ത് ചോയ്സ്. ഓക്കെ, ലാന്തനോയിഡ്സ് ആർ വെൽ നോൺ ഫോമിങ് എന്ത് Ln3+ അയോൺസ്. ഓക്കെ, അടുത്ത ചോദ്യം. In which of the following compound manganese has +7 oxidation state? ഇവിടെ എന്താ വരിക? -2. ഇവിടെ -2 -1. അപ്പോൾ ഇവിടെ +3 ആയിരിക്കും. ഇവിടെ -2 × 2 -4 -1 -5 +5 വരും. ഇവിടെ -2 × 3 -6 -6 -1 -2 -8. അപ്പോൾ ഇവിടെ +8 വരും. അങ്ങനെ ഒരു സാധ്യതയില്ല. ഇതൊക്കെ പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരു പോസിബിലിറ്റിയേ ഇല്ല. കാരണം ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് വരുന്നത് എത്രയാണ്? +7 ആണ്. ഇനി അടുത്തത് ഇത് -2 -2 -4 വരും. അപ്പോൾ ഇവിടെ +4 വരും. നമുക്ക് വേണ്ടത് +7 ആണ്. ഒബ്വിയസ്ലി ഇതായിരിക്കണം. -2 -6 -7, so is +7. Fifth choice is the correct answer. Fifth choice is the correct answer where manganese has got a +7 oxidation state. കേട്ടോ, manganese got a
+7 ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നമ്പർ നോക്കുക എന്നത് മാത്രമേ ഉള്ളൂ, അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, റൈറ്റ്. അതിൽ ഒരെണ്ണം ഡസ് നോട്ട് എക്സിസ്റ്റ്, 3 ഡസ് നോട്ട് എക്സിസ്റ്റ്. അടുത്ത ചോദ്യം, which of the following transition metal does not exhibit variable oxidation state? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്ത ആളാണ് സ്കാൻഡിയം. സ്കാൻഡിയത്തിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ല, +3 സ്റ്റേറ്റ് മാത്രമല്ലേ ഉള്ളൂ. സ്കാൻഡിയം ഷോസ് ഓൺലി +3 സ്റ്റേറ്റ്, വേറൊന്നും കാണിക്കുന്നില്ലല്ലോ. ആൻഡ് ഇൻഫാക്ട് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ഉണ്ട്, എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. സിങ്ക്, കാഡ്മിയം, മെർക്കുറി, they are not in the definition of transition metal. പഠിച്ചിട്ടില്ലേ? Because they don't have unpaired electron in the d orbital either in the elementary state or in any of the oxidation state. Zinc, cadmium, mercury. ഇതേപോലെ they are out of the definition of transition elements. ഇതേപോലെ നോൺ ടിപ്പിക്കൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നറിയപ്പെടുന്ന ആൾക്കാരാണ് സ്കാൻഡിയം, യിട്രിയം, ലന്താനം. They does not show many of the properties which are shown by transition metals. ട്രാൻസിഷൻ മെറ്റൽസ് കാണിക്കുന്ന പല പ്രോപ്പർട്ടീസും ഇവർ കാണിക്കുന്നില്ല. പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ദേ ഡോണ്ട് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സ്കാൻഡിയം ഒരൊറ്റ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക. അതുപോലെ ദേ ഡോണ്ട് ഗീവ് പാരാമാഗ്നറ്റിക് കോമ്പൗണ്ട്സ്, ദേ ഡോണ്ട് ഗീവ് കളേർഡ് കോമ്പൗണ്ട്സ്. ഇങ്ങനെ പല കാരണങ്ങൾ. ദേ ആർ കോൾഡ് നോൺ ടിപ്പിക്കൽ ട്രാൻസിഷൻ എലമെന്റ്സ്. കിട്ടും. സോ ഈസ് ദി ആൻസർ സ്കാൻഡിയം, സെക്കൻഡ് ചോയ്സ്. ബാക്കി എല്ലാവർക്കും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഉണ്ട്, സ്കാൻഡിയത്തിന് ഇല്ല. ഓക്കെ, അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. The magnetic moment of a divalent ion in aqueous solution 3.87 Bohr magneton. Number of unpaired electron present is, number of unpaired electron 3. Number of unpaired electron 3, and the formula is mu equal to root of n into n plus 2 Bohr magneton. n equal to 3 വന്നു കഴിഞ്ഞാൽ 3 into 3 plus 2, that is root of 3 into 5, that is root 15 എന്ന് വരും. റൂട്ട് 16 ആണെങ്കിൽ 4, റൂട്ട് 15 ആണെങ്കിൽ 3.9, 3.8. This will be the value. Some 3.87 Bohr magneton. റൈറ്റ്, ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 1 unpaired electron 1.7, 2 unpaired electron 2.8, 3 unpaired electron 3.8, 4 unpaired electron 4.9, 5 unpaired electron 5.9. പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം, ക്രോമൈറ്റ് ഓർ ഈസ്, ക്രോമൈറ്റ് ഓർ, ക്രോമൈറ്റ് ഓർ എന്ന് വെച്ചാൽ ദ വൺ ഫ്രം വിച്ച് വി പ്രിപ്പയർ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്. പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പൽ ഓർ ഏത് എന്നാണ് ചോദ്യം. FeCrO4, FeCr2O3. It is FeCr2O4. Fourth choice is the correct answer. FeCr2O4, chromite ore. FeCr2O4 treated with KOH or NaOH, we get a sodium chromate, Na2CrO4, yellow colored chromium sodium chromate കിട്ടും. യെല്ലോ കളേർഡ് സോഡിയം ക്രോമേറ്റ്. അത് അസിഡിഫൈ ചെയ്യുമ്പോൾ ഓറഞ്ച് കളേർഡ് സോഡിയം ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. അതിൽ KCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓറഞ്ച് കളേർഡ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ക്രിസ്റ്റൽസ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. പ്ലീസ് സ്റ്റഡി ദ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഇൻവോൾവ്ഡ് ഇൻ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്. പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ക്രോമൈറ്റ് ഓറിൽ നിന്നാണ്. ക്രോമൈറ്റ് ഓറിൻ്റെ ഫോർമുല FeCr2O4 എന്നാണ്. ബേസിക്കലി അതൊരു മിക്സർ ഓക്സൈഡ് ആണ്. FeO.Cr2O3 എന്നാണ് കിട്ടും. FeO.Cr2O3, that is FeCr2O4. ഇതിനെ ആദ്യം സോഡിയം, യെല്ലോ കളേർഡ് സോഡിയം ക്രോമേറ്റ് ആക്കി മാറ്റും. അവിടുന്ന് സോഡിയം ഡൈക്രോമേറ്റ് ആക്കും. അവിടുന്ന് KCl ആഡ് ചെയ്ത് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആക്കി മാറ്റി നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്ത് വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രൊസീജിയർ. കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following pair of actinoid exhibit maximum oxidation state of +7?
maximum oxidation state of +7. Once again ആക്ടിനോയിഡ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുന്ന ഒരു ടേബിൾ ഞാൻ നേരത്തെ ഒരു ടേബിൾ പറഞ്ഞു. ടേബിൾ 4, 3. അതേപോലെ ഒരു ടേബിൾ ചാപ്റ്ററിൻ്റെ എൻഡ് പോർഷനിൽ കിടക്കുന്നുണ്ട്. ടേബിൾ 4, 11 എല്ലാവരും ഒന്ന് എടുത്ത് നോക്കുക. ടേബിൾ 4, 11 ഓഫ് NCERT. അതെങ്ങനെയാണ്? ഈ രണ്ട് ടേബിളും ഏകദേശം ഒരേപോലെയാണുള്ളത്. ദ വേരിയബിലിറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരു ടേബിളാണ്. ലാന്തനോയിഡ്സിന് വേരിയബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു ടേബിളില്ല. ആക്ടിനോയിഡ്സിനാണ് ആ ടേബിൾ ഉള്ളത്. അതിൽ മാക്സിമം വേരിയബിലിറ്റി കാണിക്കുന്ന, മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന പെയർ ആര് എന്നാണ് ചോദ്യം. +3 മുതൽ +7 വരെ കാണിക്കുന്ന രണ്ട് പേരുണ്ട്. ഇറ്റ് ഈസ് നെപ്റ്റ്യൂണിയം ആൻഡ് പ്ലൂട്ടോണിയം. +3 മുതൽ +7 വരെ, +3 to +7 വരെ കാണിക്കുന്ന രണ്ട് പേരാണ് നെപ്റ്റ്യൂണിയം ആൻഡ് പ്ലൂട്ടോണിയം. ആ ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ടേബിള് നോക്കുക. ഓക്കെ, മറ്റ് ഉള്ളവരുടെ സ്റ്റേറ്റ് ഒക്കെ നമുക്കൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which of the following 3D transition metal has +5 state as more stable state? +5 സ്റ്റേറ്റ് മോർ സ്റ്റേബിൾ വരുന്നത് വനേഡിയം. +5 സ്റ്റേറ്റ് ഈസ് മോർ സ്റ്റേബിൾ. വനേഡിയത്തിൻ്റെ സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 സ്റ്റേറ്റ് ആണ്. ടൈറ്റാനിയം, സ്കാൻഡിയം, ടൈറ്റാനിയം മാക്സിമം +4 ഉള്ളൂ, +5 ഇല്ല. ഓക്കെ, വനേഡിയത്തിന് +5 വരെ വരും. മാംഗനീസിന് +7 വരെയാണ് പോവുക. നിക്കല് +2, +4 അതൊക്കെയാണ്. സിൽവറിന് +1 മാത്രമേ ഉള്ളൂ. ആൻസർ ഈസ് സെക്കൻഡ് ചോയ്സ്. വനേഡിയം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. In acidic medium, dichromate behave as an oxidizing agent which can be represented as like this. Value of X, Y and Z are respectively. Value of X, Y and Z respectively. ഇതാണ് ചോദ്യം. നമുക്ക് നോക്കാം. Cr2O7 2- plus XH plus Y electron giving 2Cr3 plus Z water. നോക്കൂ മക്കളെ, ഇവിടെ +6 നിന്ന് +3 രണ്ട് പേരാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 6 ഇലക്ട്രോൺ. നമ്മൾ എത്രയോ പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. ഡൈക്രോമേറ്റിന്റെ N ഫാക്ടർ എത്രയോ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ഡൈക്രോമേറ്റിന്റെ N ഫാക്ടർ +6 നിന്ന് +3 3 ഇലക്ട്രോൺ. പക്ഷെ 2 ക്രോമിയം ഉണ്ട്, അതുകൊണ്ട് 6 ആണ്. പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ Y എന്തായി? 6 ആയി. റൈറ്റ്. സോ ഇറ്റ് വിൽ ബി, ഇനി ചാർജ് ബാലൻസ് ചെയ്താൽ മതി. ഇവിടെ 6 3 6 +6 ആണ് ഇവിടുത്തെ ചാർജ്. ഇവിടെ ഒരു 6 മൈനസ് വന്നു, 2 മൈനസ് ഇവിടെയുണ്ട്. 6 മൈനസും 2 മൈനസും 8 മൈനസ് ആണ്. ഇവിടെ 6 പ്ലസ് ആണ്. സോ ദിസ് ഷുഡ് ബി 14H+. അപ്പോൾ കറക്റ്റ് ആവും. നോക്കടാ, 6 മൈനസ് 2 മൈനസ്, അപ്പോൾ 8 മൈനസ്. 8 മൈനസും 14 പ്ലസും വന്നു കഴിഞ്ഞാൽ 6 പ്ലസ് ആയി. ചാർജ് ബാലൻസ്ഡ് ആയി. സോ ഇറ്റ് ഈസ് Cr2O7 2- plus 14H++ 6 electron giving 2Cr3++. ഇനി അവിടെയും കൂടെ ചെയ്യണ്ടേ. 14 ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 7 വാട്ടർ കിട്ടും. 7 വാട്ടർ. അപ്പോൾ XY Z ആണ് ചോദ്യം. 14 6 7. 14 6 7. ഇറ്റ് ഈസ് തേർഡ് ചോയ്സ്. 14 6 7 തേർഡ് ചോയ്സ്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. ഇതിന്റെ N ഫാക്ടർ 6 ആണ്. ഇതിന്റെ N ഫാക്ടർ 6 ആണ്. പിന്നെ ചാർജ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ 6 പോസിറ്റീവ് ചാർജ്, ഇവിടെ 6 മൈനസും 2 മൈനസും 8 മൈനസ്. അപ്പോൾ 14H+ വന്നാലേ ബാലൻസ്ഡ് ആവുള്ളൂ. ഓക്കെ അല്ലേ? റൈറ്റ്. അടുത്ത ചോദ്യം. Which of the following is not a interstitial compound? Which of the following is not a interstitial compound?
ഫസ്റ്റ് ചോയ്സ് ഇത് സ്കാൻഡിയം ഓക്സൈഡ് അല്ലേ, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്. ടൈറ്റാനിയം കാർബൈഡ് ഇൻഡസ്ട്രീഷ്യൽ ആണ്. മാംഗനീസ് നൈട്രൈഡ് ഇൻഡസ്ട്രീഷ്യൽ ആണ്. ഹൈഡ്രൈഡ് കാർബൈഡ് ഇതൊക്കെയാണ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നോൺ സ്റ്റോയിഷ്യോമെട്രിക് കോമ്പൗണ്ട്സ്. ടെക്സ്റ്റിലുള്ളതാണ്. പക്ഷേ സ്കാൻഡിയം ഓക്സൈഡ് ഒരു നോർമൽ കോമ്പൗണ്ട് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്. കിട്ടും. സ്കാൻഡിയം ഓക്സൈഡ് സാധാരണ ഒരു കോമ്പൗണ്ട്, അതൊരു നോൺ സ്റ്റോയിഷ്യോമെട്രിക് കോമ്പൗണ്ടോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ടോ ഒന്നും അല്ല. കിട്ടും. അടുത്ത ചോദ്യം, which of the following transition metal has highest magnetic moment? സ്കാൻഡിയം 3+ D0 ആണ്, മാഗ്നറ്റിക് മൊമെന്റ് ഇല്ല. സ്കാൻഡിയം ടൈറ്റാനിയം 3+ എന്ന് വെച്ച് കഴിഞ്ഞാൽ D1 ആണ്, ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ. ക്രോമിയം 2+, D5S1 ആണ്. 2+ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പോയി അപ്പോൾ D4 ആണ്. കിട്ടും. ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 4 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. ഇനി Fe2+, അയൺ D6S2 ആണ്. അപ്പോൾ D6 ആയി. D6ൽ 4 അൺപെയ്ഡ് ഇലക്ട്രോൺ. നോക്കൂ, 1 2 3 4 5 6, 6th ഇലക്ട്രോൺ പെയ്ഡ് ആവും. അപ്പോൾ 4 അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ് D6ലുള്ളത്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. ആൻഡ് ദി ആൻസർ ഈസ് നോ ഡൗട്ട് 5th one. ഇതാണ് ഉത്തരം. കിട്ടും. Mn2+. എങ്ങനെ ആൻസർ വരിക? ഇറ്റ് ഈസ് D5S2. 2+ എന്ന് പറയുമ്പോൾ D5 മീൻസ് ദർ ആർ 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ആൻഡ് മാക്സിമം മാഗ്നറ്റിക് മൊമെന്റ്. എത്ര മാഗ്നറ്റിക് മൊമെന്റ് വരും? 5.9 സംതിങ് വരും. 5.9 സംതിങ് വരും. ഹയസ്റ്റ് മാഗ്നറ്റിക് മൊമെന്റ് എത്ര വരിക? μ = √5 × 5 + 2 √35 എന്ന് വരും. √35 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5.9 ബോർ മാഗ്നറ്റോൺ എന്ന് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പോൾ ഇവിടെ 0 അൺപെയ്ഡ് ഇലക്ട്രോൺ, ഇവിടെ 1 അൺപെയ്ഡ് ഇലക്ട്രോൺ, ഇവിടെ 4 അൺപെയ്ഡ്. ഇത് രണ്ടും സെയിം ആണ്. ഇവിടെ 5 അൺപെയ്ഡ് ഇലക്ട്രോൺ. ഈസ് ദാറ്റ് ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത്, അസിഡിഫൈഡ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് കനോട്ട് ഓക്സിഡൈസ്. അസിഡിഫൈഡ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് കനോട്ട് ഓക്സിഡൈസ്. അസിഡിഫൈഡ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഇതിൽ ആരെയാണ് ഓക്സിഡൈസ് ചെയ്യാത്തത് എന്നാണ്. ഇത് ചെയ്യും. അയോഡൈഡിനെ അയോഡിനാക്കി മാറ്റും. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അസിഡിഫൈഡ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ക്യാൻ ഓക്സിഡൈസ് അയോഡൈഡ് ടു അയഡിൻ. ഇത് ചെയ്യും. അയൺ 2+, അയൺ 3+ ചെയ്യും. ടിന്ന് 2+, ടിന്ന് 4+ ചെയ്യും. ഹൈഡ്രജൻ സൾഫൈഡിനെ സൾഫറാക്കി മാറ്റും. ഇത് ചെയ്യില്ല. 5 നടക്കില്ല. ബാക്കി എല്ലാം ടെക്സ്റ്റിലുണ്ട്. 5 നടക്കില്ല. 5 നോക്കൂ. E0 വാല്യൂ F2 bar F- +2.87 ആണ്. വൈൽ പെർമാംഗനേറ്റ് ഇയാളുടെ താഴെയല്ലേ വരിക? E0 വാല്യൂ പെർമാംഗനേറ്റ് MnO4 bar Mn2+. എത്രയാണ്? 1.3 സംതിങ്. ആ റേഞ്ചിലാണ് അതിൻ്റെ വാല്യൂ. 1.3 ആ റേഞ്ചിലാണ് അതിൻ്റെ വാല്യൂ. ഇറ്റ്സ് കമ്മിങ് ബിലോ ഫ്ലൂറിൻ. ഫ്ലൂറിൻ്റെ താഴെയാണ് പെർമാംഗനേറ്റ്. ഫ്ലൂറിനെ പെർമാംഗനേറ്റിന് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാവരും ചെയ്യാം. ഇത് ടെക്സ്റ്റിലുണ്ട്. ഇതെല്ലാം ടെക്സ്റ്റിലുണ്ട്. റൈറ്റ്. അയോഡൈഡിനെ അയോഡിനാക്കി മാറ്റും. അയൺ ഫെറസിനെ ഫെറിക്കാക്കി മാറ്റും. സ്റ്റാനസിനെ സ്റ്റാനിക്കാക്കി മാറ്റും. സൾഫൈഡിനെ സൾഫറാക്കി മാറ്റും. ബട്ട് നോട്ട് ഫ്ലൂറൈഡ് ടു ഫ്ലൂറിൻ. ആൻഡ് ഇൻഫാക്ട് ഫ്ലൂറിൻ ഈസ് എ ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ് ദാൻ പെർമാംഗനേറ്റ്. പഠിച്ചിട്ടുള്ളതാണ്. ക്ലിയർ അല്ലേ? റൈറ്റ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബേസിക് ഓക്സൈഡ് എന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബേസിക് ഓക്സൈഡ്? First one, this is basic oxide. You can get it from the textbook. This is basic oxide. ഇത് amphoteric ആണ് കേട്ടോ. This is amphoteric. ഇത് acidic ആണ്. ഇത് acidic അല്ലേ. CrO3 acidic ആണ് കേട്ടോ. CrO3 acidic ആണ്.
CrO3 ഈസ് അസിഡിക് ഇൻ നേച്ചർ. Mn2O7 അസിഡിക് ആണ്. ഇത് ആംഫോട്ടറിക് ആണ്. ദിസ് ഈസ് ആംഫോട്ടറിക് ആൻഡ് ദിസ് ഈസ് ഓൾസോ ആംഫോട്ടറിക്. അപ്പോൾ ഇതാണ് ബേസിക്. യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഫാക്ച്വൽ പോയിന്റ് ആണ്. ദിസ് ഈസ് ബേസിക്. എല്ലാ ആൾക്കാരും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. CrO3 +6 സ്റ്റേറ്റിലാണ്. ഇറ്റ് ഈസ് അസിഡിക് ഇൻ നേച്ചർ. നോക്കൂ, അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നിങ്ങൾക്ക് വേരിയബിൾ ഓക്സൈഡ്സ് അവൈലബിൾ ആണെങ്കിൽ ദ വൺ വിത്ത് ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്യാൻ ബി ബേസിക്. ദ വൺ വിത്ത് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്യാൻ ബി അസിഡിക്. അതിൻ്റെ ഇടയിൽ വരുന്ന ആൾക്കാർ ആംഫോട്ടറിക് ആവാം. ദിസ് ഈസ് എ ജനറൽ കമൻറ്റ്. ഇതൊരു ജനറൽ കമൻ്റ് ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. ഇറ്റ്സ് എ ജനറൽ കമൻറ്റ്. നോക്കൂ, ഇത് +1 സ്റ്റേറ്റിലാണ് ആൻഡ് ഇറ്റ് ഈസ് ബേസിക്. ഇത് +6 ഹയസ്റ്റ് ആണ്, അസിഡിക്. ഇത് +7 ഹയസ്റ്റ് ആണ്, അസിഡിക്. ഇത് +3 ആണ്, ഇൻ ബിറ്റ്വീൻ, ആംഫോട്ടറിക്. ഇനി വനേഡിയത്തിൻ്റെ ഹയസ്റ്റ് സ്റ്റേറ്റ് ആണ് ഇത്. പക്ഷേ വനേഡിയം മാക്സിമം കാണിക്കുന്നത് ആംഫോട്ടറിക് ക്യാരക്ടർ ആണ്. സ്ലൈറ്റ്ലി അസിഡിക് ക്യാരക്ടർ, സ്ലൈറ്റ്ലി. V2O5 is amphoteric in nature. All these informations we deal in the ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റ്. വായിച്ച് ആ ഫാക്ട്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. ട്രാൻസിഷൻ മെറ്റൽ അയോൺ വിത്ത് ഹയസ്റ്റ് മാഗ്നറ്റിക് മൊമെന്റ്. അതിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ അല്ലേ. Fe2+ D6S2. അപ്പോൾ D6 ആണ് 4 അൺപെയർഡ് ഇലക്ട്രോൺ. ഇവിടെ D5 ആണ് 5 അൺപെയർഡ് ഇലക്ട്രോൺ. ഇവിടെ D8 ആണ് കേട്ടോ. നിക്കല് D8S2 ആണ്. അപ്പോൾ നിക്കൽ 2 D8 ആണ്. D8ൽ 2 അൺപെയർഡ് ഇലക്ട്രോൺ. കൊബോൾട്ട് D7S2 ആണ്. കൊബോൾട്ട് 2+ D7 3 അൺപെയർഡ് ഇലക്ട്രോൺ. ക്രോമിയം D5S1 ആണ്. 2+ എന്ന് പറയുമ്പോൾ D4 ആയി. ദാറ്റ് ഈസ് 4 അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പോൾ ഇയാളും സെയിം ആണ്. നമുക്ക് വേണ്ടത് ഹയസ്റ്റ് മാഗ്നറ്റിക് മൊമെന്റ്. വൺസ് അഗെയിൻ നോ ഡൗട്ട് ഇറ്റ് ഈസ് ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഫൈൻ. Mn2+. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത്. സെയിം ഡിക്റ്റോ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ, ഒരു 2 ചോദ്യം മുന്നേ കണ്ടത്. അടുത്തത്, ദ ട്രാൻസിഷൻ മെറ്റൽ വിത്ത് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ്. ട്രാൻസിഷൻ മെറ്റൽ വിത്ത് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് എന്താ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ടങ്സ്റ്റൺ 3500 ഡിഗ്രി സെൽഷ്യസിൻ്റെ അടുത്താണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്. 3500-3400 ഡിഗ്രി സെൽഷ്യസിൻ്റെ അടുത്താണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. ഹൈ മെൽറ്റിംഗ് മെറ്റൽ ആണ് ടങ്സ്റ്റൺ. ഹൈ മെൽറ്റിംഗ് എലമെൻറ്റുമായിട്ടൊരു കൺഫ്യൂഷൻ വരണ്ട. ഹൈ മെൽറ്റിംഗ് എലമെൻറ്റ്, ഹൈ മെൽറ്റിംഗ് മെറ്റൽ. ഹൈ മെൽറ്റിംഗ് മെറ്റൽ ടങ്സ്റ്റൺ ആണ്. ഹൈ മെൽറ്റിംഗ് എലമെൻറ്റ് ഒരുപക്ഷെ കാർബൺ, ഡയമണ്ട് എടുത്തു കഴിഞ്ഞാൽ ടങ്സ്റ്റൻ്റെ മുകളിൽ വരും. അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു പോയിന്റ് ചിലപ്പോൾ നമുക്കൊരു ട്രാപ്പ് ഉണ്ടാക്കിയേക്കാം. ഐ റിപ്പീറ്റ്, ഹൈ മെൽറ്റിംഗ് മെറ്റലാണോ ഹൈ മെൽറ്റിംഗ് എലമെൻ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഒരു ആ ചോയ്സ് അങ്ങനെ അതിന് സൂട്ടബിൾ ടൈപ്പായിട്ടായിരിക്കും ചോയ്സ് വരുന്നുണ്ടാവുക. എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ കാർബൺ വരാം, ഡയമണ്ട്, അതിന് ഇതിലും കൂടുതൽ വരാം. ഹൈ മെൽറ്റിംഗ് മെറ്റൽ നോ ഡൗട്ട് ഇറ്റ് ഈസ് ടങ്സ്റ്റൺ. കിട്ടും. സോ ദി ആൻസർ ഈസ് തേർഡ് ചോയ്സ്, ടങ്സ്റ്റൺ. 16ാമത്തെ ക്വസ്റ്റ്യൻ. ബാക്കിയെല്ലാം അതിൻ്റെ താഴെയേ വരുള്ളൂ. 17th question. Which of the following outermost electronic configuration of element show highest oxidation state? Highest oxidation state കാണിക്കുന്ന എലമെന്റ് ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? D3S2. ഇവിടെ ഹയസ്റ്റ് കാണിക്കാവുന്നത് +5 ആണ്, വനേഡിയം. D5S1 ക്രോമിയം +6 ആണ്. D5S2 ദിസ് ഈസ് ദി ആൻസർ. +7 മാംഗനീസ്. കിട്ടും, മാംഗനീസ്. ഇതാണ് ആൻസർ. ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 കാണിക്കുന്ന ആള് മാംഗനീസ് ആണ്. വൺസ് അഗെയിൻ നിങ്ങൾക്ക് ആ ടേബിൾ റെഫർ ചെയ്യാം. 4.3 പോയി നോക്കുക. ടേബിൾ 4.3 പോയി നോക്കിയാൽ കാണാം.
3d5 4s2 വരുന്ന മാംഗനീസ് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ആൻസർ. അടുത്തത് 18ാമത്തെ ചോദ്യം. CrO3 ഈസ് എ ഓർ ആൻ? CrO3 ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ, ഇറ്റ് ഈസ് അസിഡിക് ഓക്സൈഡ്. CrO3 ഈസ് അസിഡിക് ഓക്സൈഡ് ആസ് ഇറ്റ് ഈസ് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. CrO3 +6 സ്റ്റേറ്റ് മാക്സിമത്തിലാണ്. സോ ഇറ്റ് ഈസ് അസിഡിക് ഇൻ നേച്ചർ. while CrO +2 സ്റ്റേറ്റിലാണ് കേട്ടോ, +2 സ്റ്റേറ്റിലാണ്. ഇറ്റ് ഈസ് ബേസിക് ഇൻ നേച്ചർ. while Cr2O3 +3 സ്റ്റേറ്റിലാണ്. ഇറ്റ് ഈസ് ആംഫോടെറിക് ഇൻ നേച്ചർ. ഇവിടുത്തെ ജനറലൈസേഷൻ ആണ് കുറച്ച് മുന്നേ പറഞ്ഞത്. an element in the minimum oxidation state can act as basic oxide. An element in the highest oxidation state can act as acidic oxide. In between it may act as amphoteric. ഇതൊരു ജനറൽ കമന്റ് ആണ്, യൂണിവേഴ്സൽ കമന്റ് അല്ല. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following statement is incorrect എന്നാണ് ചോദ്യം. Incorrect. Transition metal and many of their compounds show paramagnetic behavior. Yes, transition metals are well known for exhibiting paramagnetic character. Enthalpy of atomization of transition metals are high. Correct ആണ്. Their enthalpy of atomization is high compared to the highly electropositive S block elements. ആൽക്കലി മെറ്റൽസിനെ അപേക്ഷിച്ച്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെ അപേക്ഷിച്ച് ഇവരുടെ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ വളരെ ഹൈ ആണ്. ദേ ആർ കോൾഡ് ലൈറ്റർ മെറ്റൽസ്. ദീസ് ആർ കോൾഡ് ഹെവിയർ മെറ്റൽസ്. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെ നമ്മൾ ലൈറ്റർ മെറ്റൽസ് എന്നാണ് പറയുക. അവർ സോഫ്റ്റ് ആണ്, കാരണം എൻതാൽപ്പി അറ്റോമൈസേഷൻ കുറവാണ്. ഇവർക്ക് എൻതാൽപ്പി അറ്റോമൈസേഷൻ കൂടുതലാണ്. ദേ ആർ ഹാർഡർ മെറ്റൽസ്, ഹെവിയർ മെറ്റൽസ്. Transition metals generally form colored compounds. True അല്ലേ? They are well known. All these are typical properties of transition metals. Transition metals and their compounds act as good catalysts. Yes, there are many catalysts from the transition metal family. Answer 5th choice ആയിരിക്കണം, കാരണം ഇത്ര നേരം പറഞ്ഞെല്ലാം കറക്റ്റ് ആണ്. നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. Zinc, cadmium, mercury are very hard and have very low volatility. തെറ്റാണ്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ദേ ആർ വോളട്ടൈൽ മെറ്റൽസ്, സോഫ്റ്റ് മെറ്റൽസ് ആണ്. മെർക്കുറി ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ദർ ഈസ് വൺ ആൻഡ് ഓൺലി ലിക്വിഡ് മെറ്റൽ വിച്ച് ഈസ് മെർക്കുറി. ആൻഡ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി ദേ ആർ കോൾഡ് വോളട്ടൈൽ മെറ്റൽസ്. മെൽറ്റിംഗ് പോയിന്റിന്റെ ഗ്രാഫിൽ ഇവരില്ല, ഇവരൊക്കെ ഔട്ടാണ്. കാരണം ആ റേഞ്ചിലല്ല ഇവരുടെ വാല്യൂസ്. മെൽറ്റിംഗ് പോയിന്റിൻ്റെ ഒരു ഗ്രാഫ് നിങ്ങൾ ഇങ്ങനെ കണ്ടത് ഓർക്കുന്നുണ്ടോ? അതിൽ നോക്കുക, ഇവരില്ല, ഇവർ ആ റേഞ്ചിൻ്റെ പുറത്താണ്. ദേ ആർ വോളട്ടൈൽ മെറ്റൽസ്. കേട്ടോ? ഓക്കെ, സോ 5th ചോയ്സ്. അടുത്ത ചോദ്യം. കറക്റ്റ് ഓർഡർ ഓഫ് അയോണിക് റേഡിയൈ സീറിയം, ലന്താനം, പ്രോമിത്തിയം, ഇട്ടർബിയം ഇൻ ദ +3 സ്റ്റേറ്റ്. കറക്റ്റ് ഓർഡർ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, മറക്കണ്ട, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അപ്പോൾ ലന്താനത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലന്താനം കഴിഞ്ഞ് പിന്നെ സീറിയം ടു ലുട്ടീഷ്യം സൈസ് കുറഞ്ഞു വരും. കേട്ടോ? അപ്പോൾ മാക്സിമം സൈസ് ലന്താനം, മിനിമം സൈസ് ലുട്ടീഷ്യം, അങ്ങനെ വരും. അപ്പോൾ ലന്താനം മാക്സിമം വരണം, ഇത് അല്ലെങ്കിൽ ഇത്. ലന്താനം മാക്സിമം വരണം. ലന്താനം കഴിഞ്ഞാൽ പ്രോമിത്തിയം അല്ല, സീറിയമാണ്. ഇറ്റ് ഈസ് 4th ചോയ്സ്. ലന്താനം, അത് കഴിഞ്ഞ സീറിയം, പ്രോമിത്തിയം, ഇട്ടർബിയം. അപ്പൊ ഈ ഓർഡർ ആണ് കറക്റ്റ്. 4th ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് ദ ലോജിക് ബിഹൈൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ലന്താനത്തിൽ തുടങ്ങി സീറിയം മുതൽ ലുട്ടീഷ്യം വരെ എത്തുമ്പോഴേക്കും ദർ ഇസ് എ പ്രോഗ്രസീവ് ഫില്ലിംഗ് ഇലക്ട്രോൺസ് ഇൻ ദ 4f ഓർബിറ്റൽ വിച്ച് കോസസ് പുവർ ഷീൽഡിംഗ് എഫക്റ്റ്, വിച്ച് കോസസ് ഗ്രേറ്റർ ന്യൂക്ലിയർ അട്രാക്ഷൻ, ആൻഡ് ദർ ഇസ് എ ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ദ അറ്റോമിക് ആൻഡ് അയോണിക് സൈസ് കോൾഡ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. പഠിച്ചിട്ടുള്ളതാണ്. കേട്ടോ? ഓക്കെ, അടുത്ത ചോദ്യം.
The correct statement about Cr2 plus and Mn3 plus is or are. Correct statement. Cr2 plus is a reducing agent. Cr2 plus is a reducing agent. Correct ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. Cr2 plus is a reducing agent. കറക്റ്റ് ആണ്. Mn plus Mn7 plus ഓക്സിഡൈസിങ് ഏജന്റ്. കറക്റ്റ് അല്ലേ? പെർമാംഗനേറ്റ് ഓക്സിഡൈസിങ് ഏജന്റ് അല്ലേ? Both Cr2 plus and Mn3 plus exhibit D4 oxidation state. കറക്റ്റ് അല്ലേ? Cr2 plus ക്രോമിയം D5S1 ആണ്. Cr2 plus എന്ന് പറയുമ്പോൾ D4 ആയി. ഇനി മാംഗനീസ് 3 പ്ലസ്, മാംഗനീസ് D5S2 ആണ്. 3 പ്ലസ് എന്ന് പറയുമ്പോൾ അതും D4 ആയി. കറക്റ്റ് അല്ലേ? അതും കറക്റ്റ് ആണ്. ദ ഹയസ്റ്റ് ഓക്സൈഡ് ഓഫ് മാംഗനീസ് Mn3O4. ഇത് തെറ്റാണ്. ഹയസ്റ്റ് ഓക്സൈഡ് Mn3O4 അല്ല, Mn2O7 ആണ് ഹയസ്റ്റ് ഓക്സൈഡ്. അപ്പോൾ അത് തെറ്റായി. Cr2 plus and Mn3 plus have same magnetic moment as both have 4 unpaired electron. ഇത് കറക്റ്റ് ആണ്. ഇത് കറക്റ്റ് ആണ്. സോ 1, 2, 3 ഇത് തെറ്റാണ്, ഇത് കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ 1 ശരിയാണെന്ന് കാണുമ്പോൾ തന്നെ 1 ശരിയാണെന്ന് കാണുമ്പോൾ ആൻസർ കിട്ടില്ല. 2 ശരിയാണെന്ന് കണ്ടാൽ ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു. 3 ശരിയാണ് എന്ന് കാണുമ്പോൾ ഒന്നും ആൻസർ കിട്ടില്ല. 4 തെറ്റാണ് എന്ന് കാണുമ്പോഴും ആൻസർ കിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് വരെ എത്തുമ്പോഴേ ആൻസറിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇറ്റ് ഈസ് 1, 2, 3, 5. 1, 2, 3, 5. 5th ചോയ്സിലേക്ക് എല്ലാം അനലൈസ് ചെയ്താൽ മാത്രമേ ആൻസറിലേക്ക് എത്തുന്നുള്ളൂ. ശരിയല്ലേ? റൈറ്റ്. അടുത്ത ചോദ്യം. Which of the following metal is diamagnetic in nature? Diamagnetic in nature. എന്താ സംശയം? Zinc 2 plus, that is D10 configuration. Zinc 2 plus is D10 configuration and it is diamagnetic in nature. ഇനി നിക്കൽ 2 plus ആണെങ്കിലോ D8 ആണ്, 2 unpaired electron. കൊബോൾട്ട് ആണെങ്കിലോ D7 ആണ്, 3 unpaired electron. ഇവിടെ 2 unpaired electron, ഇവിടെ 3 unpaired electron. കോപ്പർ 2 plus D9 ആണ്, 1 unpaired electron. Mn2 plus D5 ആണ്, 5 unpaired electron. While zinc 2 plus is D10 configuration. D10 configuration എന്ന് വെച്ചാൽ 0 unpaired electron ആണ് കിട്ടും. 0 unpaired electron. Diamagnetic. അടുത്തത് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ടൈറ്റാനിയം ക്ലോറൈഡ് ട്രൈ ആൽക്കൈൽ അലുമിനിയം. ഏതാ വരിക? ടൈറ്റാനിയം ക്ലോറൈഡ് ട്രൈ ആൽക്കൈൽ അലുമിനിയം. ദ വെരി പോപ്പുലർ സീഗ്ലർ-നാട്ട കാറ്റലിസ്റ്റ്. A matches with 3. A matches with 3 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ചോയ്സ് എലിമിനേറ്റ് ആയി. അടുത്തത് PDCl2 വാക്കർ പ്രോസസ്. B matches with 4 വാക്കർ പ്രോസസ് PDCl2. അപ്ലിക്കേഷൻ പാർട്ട് എന്നാണ് ചോദ്യം കേട്ടോ. D&F ബ്ലോക്ക് എലമെന്റ്സിന്റെ അപ്ലിക്കേഷൻ പാർട്ടിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ പലേഡിയം ക്ലോറൈഡ് വാക്കർ പ്രോസസ് ആണ്. ഈത്തൈൻ ടു എത്തനോൾ വാക്കർ പ്രോസസ്. അപ്പോൾ B4 വരണം. A3B4. അപ്പോൾ ഇത് കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്തു. ഇപ്പം നമുക്ക് 2 ചോയ്സേ ഉള്ളൂ, 1ഉം 4ഉം. അടുത്തത് അയൺ ഓക്സിഡേഷൻ ഓഫ് SO2 അല്ല, ഹൈഡ്രോജനേഷൻ ഓഫ് ഫാറ്റ്സ്. അയൺ ഹേബർ പ്രോസസ് C5 വരണം. ഇവിടെ C1 ആണ്. അപ്പോൾ കട്ട് ചെയ്തു. ഫസ്റ്റ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ A3B4. A3 എന്ന് വെച്ചാൽ ടൈറ്റാനിയം ക്ലോറൈഡ് ട്രൈ ആൽക്കൈൽ അലുമിനിയം, ദാറ്റ് ഈസ് സിഗ്ലർ-നാട്ട കാറ്റലിസ്റ്റ്. പലേഡിയം ക്ലോറൈഡ് വാക്കർ പ്രോസസ്. അയൺ ഹേബർ പ്രോസസ്. നിക്കൽ
കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ ഓഫ് ഫാറ്റ്സ് അല്ലേ, നിക്കൽ D2 ആൻഡ് വനേഡിയം പെൻഡോക്സൈഡ് ലാസ്റ്റ് വൺ കോണ്ടാക്ട് പ്രോസസ്. വനേഡിയം പെൻഡോക്സൈഡ് ഓക്സിഡേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ടു സൾഫ്യൂരിക് ആസിഡ്, സൾഫർ ഡയോക്സൈഡിനെ സൾഫർ ട്രയോക്സൈഡ് ആക്കി മാറ്റി കോണ്ടാക്ട് പ്രോസസ്, പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. റൈറ്റ്, അപ്ലിക്കേഷൻസിൻ്റെ ആ ഭാഗത്ത് ചാപ്റ്ററിൻ്റെ എൻഡ് പോർഷനിൽ വരുന്ന ഒരു അപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ കേട്ടോ. റൈറ്റ്, അടുത്ത ചോദ്യം. The common oxidation state of elements in lanthanoids is +3 state. Option 3. ലാന്തനോയിഡ്സിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ല, സ്റ്റേബിൾ ആയിട്ടുള്ള +3 സ്റ്റേറ്റ് ആണ് കാണിക്കുക. അതേസമയം +4 കാണിച്ചാൽ ദാറ്റ് വിൽ ബി എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്, +2 കാണിച്ചാൽ ദാറ്റ് വിൽ ബി എ സ്ട്രോങ് റിഡ്യൂസിങ് ഏജന്റ്. Cerium +4 is a strong oxidizing agent. Samarium 2+ is a good reducing agent. Europium 2+ is a good reducing agent. Any element, lanthanide, in the +4 state, നല്ല oxidizing agent ആയിട്ട് വർക്ക് ചെയ്യും. +2 state, നല്ല reducing agent ആയിട്ട് വർക്ക് ചെയ്യും. Okay. Oh, that was the last question. Which of the following reaction is used to prepare dihydrogen gas in the laboratory? Dihydrogen gas in the laboratory. Iron with water. Metallic sodium with water. Allah. Iron with the HCl. This is the answer. Third choice. Iron with the HCl can be used producing dihydrogen in the laboratory. കാരണം മറ്റുള്ളത് ഒരു കൺട്രോളബിൾ കമേർഷ്യൽ റിയാക്ഷൻ അല്ല. അയൺ വിത്ത് HCl യു ക്യാൻ ഗെറ്റ് എ കൊമേർഷ്യൽ ഹൈഡ്രജൻ. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. വൺസ് അഗൈൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ച്വൽ ആസ്പെക്ട്സ് ഓൺലി. തേർഡ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ദിസ് ഈസ് ക്വൈറ്റ് അമേസിങ് ഫിഗർ ഐ വുഡ് ലൈക്ക് ടു സേ. 25 ചോദ്യങ്ങൾ ഇതുവരെ നമുക്ക് കാണാത്ത ഒരു സംഗതിയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. 25 ചോദ്യങ്ങൾ. അതിൽ ചില ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ചാപ്റ്ററിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുക, മറ്റ് ചാപ്റ്ററുകളുമായിട്ട് ലിങ്ക്ഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോഴും ഒരു 20 ചോദ്യങ്ങളോളം ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ അമേസിങ് ഫിനോമിനനാണ്. അപ്പോൾ 3 or 4 ക്വസ്റ്റ്യൻസ്, 3-4 ചോദ്യങ്ങളുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് D&F ബ്ലോക്ക് എലമെൻസിൽ നിന്ന് കഴിഞ്ഞ വർഷം 2025 കീം എക്സാമിനേഷന് കാണാൻ സാധിച്ചു എന്നുള്ള അപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. റൈറ്റ്, എന്ന് വെച്ചിട്ട് അതേപോലെ തന്നെ അടുത്ത വർഷം വന്നോ ഈ വർഷം വന്നോളണമെന്നല്ല. പക്ഷേ നമുക്ക് ഈ ചാപ്റ്റർ സീരിയസ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലായിട്ട് നമുക്ക് ഈ ചോദ്യങ്ങളെ നമുക്ക് ഈ ഒരു സെഷനെ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ അതേ സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുകൊണ്ട് D&F ബ്ലോക്ക് എന്ന എലമെൻറ്റ്സ് ആ ചാപ്റ്റേഴ്സ് പലപ്പോഴും പലർക്കും ഒരു ഡ്രൈ ചാപ്റ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനെ നമുക്ക് ഡ്രൈ ആയിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല. അതിനെ വളരെ സ്വീറ്റായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ചാപ്റ്റർ ഭംഗിയായിട്ട് പഠിച്ച് ഒരുങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, സീ യു, ടേക്ക് കെയർ.